ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ല മൊരിഞ്ഞിട്ടുള്ള ബോണ്ട ഉണ്ടാക്കിയാലോ. നല്ലൊരു മസാല ബോണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബോണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 3 പൊട്ടറ്റോ, ഏകദേശം ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും കേട്ടോ. അത് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ 3 പൊട്ടറ്റോസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ ഉണ്ടാവും, അതെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ബേസൻ ഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നല്ല മൊരിഞ്ഞ ബോണ്ടയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 1/4 വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ലൊരു ദോശൻ്റെ മാവിനെക്കാട്ടിയും കുറച്ചും കൂടി കട്ടിയിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക, അതിനുശേഷം വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയാൽ മതിയാവും കേട്ടോ. അങ്ങനെ ഈ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് വേണം നമ്മുടെ ബാറ്ററിന്. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് ലൂസുമല്ല, ആ ഒരു പരിപാടി. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ചട്ടിയായാലും കടായാലും എന്തായാലും കുഴപ്പമില്ല, ചൂടാക്കാൻ വെക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സവാളൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ സവാളൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഈ ഒരു മസാല ബോണ്ടക്ക് നല്ല ടേസ്റ്റ് കൂടുന്നതായിട്ടാണ് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി മസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കേട്ടോ, കൂടുതലൊന്നും വേണ്ട, ഒരു 2 നുള്ളു മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ മിക്സായി കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പൊന്നും ഇടാണ്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് ആ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് മസാല മിക്സ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡിയായി. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല കഴിക്കാൻ.
അങ്ങനെ എല്ലാം നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ ഈ ഒരു മാവ് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ, എന്നാലാണ് ഇത് ഉരുട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ബോണ്ട എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോണ്ടസാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു 10-20 ബോണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു നമുക്ക് കൂട്ടിൽ. അപ്പോൾ കയ്യിൽ ഒന്ന് എണ്ണ തടവുക, എന്നിട്ട് നല്ല ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാ ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിൽ മുക്കിയിട്ട് നേരെ ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഓരോരോ ബോണ്ടസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മൊരിഞ്ഞ ബോണ്ട ഇവിടെ റെഡിയാവും കേട്ടോ. ഇതിന് പുറം ഭാഗം നല്ലൊരു എന്താ പറയുക ക്രഞ്ചിനെസ്സും അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ആ ഒരു അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ക്രിസ്മസ് ഉണ്ട് കേട്ടോ അതിൻ്റെ പുറം ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക് യു.